ആ പട്ടയമേളയോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും പട്ടയമേളകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ 5278 പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നു. ഒരു വലിയ സംസ്ഥാന തൊട്ടാകെ നോക്കുമ്പോൾ തന്നെ 2ാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ നമ്മളെക്കാളും കുറച്ച് കൂടുതൽ നമ്പറുള്ളൂ. അപ്പോൾ ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലർക്കും ഭൂമി കൈവശം ഉണ്ടെങ്കിലും ഭൂമിക്ക് രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, ലോൺ എടുക്കാൻ പറ്റില്ല, ഒരു വിധത്തിലും ഓണർഷിപ്പ് ഇല്ലാതെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ 5278 പേരുടെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കുകയാണ്. എത്രയും പേർക്ക് പട്ടയം കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് മലപ്പുറത്ത് ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ ഇനാഗുറേഷൻ മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇനാഗുറേഷനും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും എല്ലാം അതുപോലെ തന്നെ നമ്മൾ വെബ്കാസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ പട്ടയങ്ങളുടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആ സംസ്ഥാന തലത്തിലുള്ള ഇനോഗ്രേഷൻ മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ 4 മണിക്കാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത്. 4 മണിക്ക് തന്നെ പട്ടയ വിതരണം, ഈ ഇനോഗ്രേഷൻ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യും. അപ്പോൾ അത് നമ്മളൊരു 5000-ഓളം പേര് വരുന്നു. അതിനെ കൊണ്ടുവരാനും അവർക്ക് പട്ടയം കൊടുക്കാനും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ഒരു 20-ഓളം പട്ടയങ്ങളാണ് വേദിയിൽ വെച്ച് മന്ത്രി കൊടുക്കുക. അതിനുശേഷം വിവിധ കൗണ്ടറുകൾ സെറ്റപ്പ് ചെയ്ത് വരുന്ന എല്ലാവർക്കും തന്നെ പട്ടയം കൊടുക്കാനാണ്. ഇനി ആർക്കെങ്കിലും ഒരു കാരണവശാൽ വരാൻ പറ്റാത്തവരുണ്ട്. എല്ലാവരും വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വന്ന് നേരിട്ട് ചടങ്ങിൽ നിന്ന് തന്നെ പട്ടയം വാങ്ങിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പിന്നെ താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സംവിധാനം കൂടെ ചെയ്യും. അല്ലാതെ ഇതിന് ശേഷം വേറൊരു പട്ടയമേള എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മണ്ഡലം തലത്തിലോ താലൂക്ക് തലത്തിലോ ഒന്നും പട്ടയമേള വേറെ സംഘടിപ്പിക്കുന്നതല്ല. അവർക്ക് താലൂക്കിൽ വെച്ച് തഹസിൽദാർമാരുടെ അടുത്ത് നടത്താൻ സാധിക്കും. അപ്പോൾ ഈ പട്ടയം ഏറനാട് താലൂക്കിലെ 2 ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം, തിരൂരങ്ങാടി താലൂക്കിലെ 28 OLHS പട്ടയം ഉൾപ്പെടെ 5278 പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അവിടെ തിരക്കില്ലാത്ത രീതിയിൽ എല്ലാവർക്കും പട്ടയം വാങ്ങിക്കാൻ വേണ്ടി ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വേദിയിൽ വെച്ച് 20 പട്ടയം കൊടുത്തതിന് ശേഷം ഈ കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് തിരക്കില്ലാത്ത രീതിയിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരമാവധി പേര് മാധ്യമപ്രവർത്തകരും വന്ന് പങ്കെടുക്കുകയും അത് നല്ല രീതിയിൽ കവർ ചെയ്യുകയും ചെയ്യണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. റോബി പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരാണ്. സാർ പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മൾ 2ാം സ്ഥാനത്താണ് പട്ടയങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത്. 5278 എന്നുള്ള വലിയൊരു നമ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സജ്ജീകരണങ്ങൾ അതിനനുസരിച്ച് വിപുലമായിട്ട് തന്നെയാണ് ഒരുക്കുന്നത്. ട്രിബ്യൂണലുകൾ തിരിച്ചാണ് നമ്മൾ കൗണ്ടറുകൾ ഒരുക്കുന്നത്. ഓരോ കൗണ്ടറുകളിലും ആവശ്യാനുസരണം ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് വളരെ സുഗമമായ രീതിയിൽ പട്ടയം കൈപ്പറ്റുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വന്നെത്തുന്നവർക്ക്, വളരെ റിമോട്ട് ഏരിയയിൽ നിന്ന് വരുന്നവർക്ക് അവരിവിടെ എത്തിക്കുന്നതിനും പട്ടയം വാങ്ങാനായിട്ട് എത്താനായിട്ട് സാധിക്കാത്ത, ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എത്തുന്നവർക്ക് ആവശ്യത്തിന് കുടിവെള്ളം, അതുപോലെ ചായ, അതുപോലെ അടിയന്തര വൈദ്യസഹായം വേണമെങ്കിൽ അതിനുള്ള കൗണ്ടറുകൾ, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ പട്ടയമേള നടത്തുന്നത്. അങ്ങനെ 5278 ആകെ കണക്ക് നമ്മുടെ ഇല്ല. പല വിസ്തൃതിയുള്ളതുണ്ടാവും. ചിലർക്ക് 5 സെൻറ്റ് ഉണ്ടാവും, ചിലർക്ക് 20 സെൻറ്റ് ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുണ്ട്. കണക്കെടുക്കാം. എടുത്തിട്ട് നമുക്ക് പത്രങ്ങൾക്ക് അറിയിക്കാം. പട്ടയമേളയാകുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുത്തിട്ടുണ്ട്. 22-ാം തീയതി 4 മണി. ശരിക്കും നേരത്തെ ഭൂമി ഇല്ലാത്തവർക്ക് 10 സെൻറ്റ് ഭൂമിയുടെ പട്ടയാണോ? ഇതിൽ പരമാവധിയും കൈവശം നേരത്തെ തന്നെ ഭൂമിയുള്ളത് രേഖകളില്ലാത്തവരാണ്. ഇല്ലാത്തതുണ്ട്. ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം എന്ന് പറഞ്ഞത് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന പട്ടയം. മിച്ചഭൂമി അല്ല, പതിച്ചു കൊടുക്കാവുന്ന ഭൂമി, പതിച്ചു കൊടുക്കാവുന്ന റെക്കോർഡിൽ. ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ 5278 പേർക്കാണ് ഈ പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ പട്ടയമേളയ്ക്ക് ശേഷം നമ്മൾ ഭൂരഹിതരായവർക്ക് പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഇത്തരം ഒരു വിപുലമായ ചടങ്ങിലല്ലെങ്കിലും ഇപ്പോൾ
മിച്ചഭൂമി പട്ടയങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 117 പട്ടയങ്ങൾ ഇതിൽ കഴിഞ്ഞ പട്ടയമേളയ്ക്ക് ശേഷം കൊടുത്തിട്ടുണ്ട്. കൊടക്കൽ ടൈൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അമരമ്പലത്ത് 117 മിച്ചഭൂമി പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വനഭൂമി പട്ടയങ്ങൾ ഭൂരഹിതരായ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമ്മൾ 570 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ പട്ടയമേളയ്ക്ക് ശേഷം മാത്രം 687 ഭൂരഹിതർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെയാണ് ഈ 5270. അതെ അതെ. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നേരത്തെ ഈ ഫോറസ്റ്റ് റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രളയത്തിന് ശേഷം ഫോറസ്റ്റ് റൈറ്റും വീടുകളും ഉണ്ടായിരുന്നു. അപ്പം അന്ന് വെള്ളം കയറിയതിന് ശേഷം 2018-ലും 2019-ലും വെള്ളം കയറിയതിന് ശേഷം അവരിങ്ങോട്ട് വരുന്നില്ല. അവർ ഷെഡ് കെട്ടി കുറച്ച് ദൂരെയാണ് മാറിയിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഇവർ താമസിക്കുന്ന സ്ഥലം നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുമ്പം സേഫാണ്, നല്ല വീടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ 18-ലും 19-ലും വെള്ളം കയറാത്ത സ്ഥലം കേരളത്തിൽ വളരെ കുറവാണ് പലയിടത്തും. പക്ഷേ അവർ മാനസികമായിട്ട് വിശ്വസിക്കുന്നു ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് തന്നെ അനുസരിച്ചുകൊണ്ട് അവരിപ്പം താമസിക്കുന്ന സ്ഥലത്ത്, ഷെഡ് കെട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് റൈറ്റ് കൊടുക്കാൻ വേണ്ടി ജില്ലാതലത്തിലെ DLC കൂടി അത് അംഗീകരിച്ചു. പക്ഷേ അതിന് നിയമപരമായൊരു പ്രശ്നമുള്ളതുകൊണ്ട് അത് സംസ്ഥാന തലത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. സംസ്ഥാന തലത്തിലെ എംപവേർഡ് കമ്മിറ്റി പാസ്സാക്കിയിട്ട്, എന്ന് വെച്ചാൽ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റി കൊടുക്കാൻ വ്യവസ്ഥയില്ല. പക്ഷേ എന്നാലും ഇവിടെ ആവശ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി കൊടുത്തു. അപ്പോൾ അവർക്ക് ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ, ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ മറ്റു ആവശ്യങ്ങൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ട് ഉപയോഗിച്ച് വീട് കൊടുക്കാനും കുടിവെള്ളം എത്തിക്കാനും മറ്റ് സൗകര്യങ്ങളും എല്ലാം ചെയ്യും. അങ്ങനെയുള്ള 570 പട്ടയം കൊടുത്തു എന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞ ഈ ആദിവാസികൾക്കായിരുന്നു. 40 സെൻറ്റ് കൊടുത്തവരുണ്ട്, 20 സെൻറ്റ്, 10 സെൻറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ വന്ന് കൊടുത്തു. നിലമ്പൂർ വെച്ച് പട്ടയമേളയായിട്ട് തന്നെയാണ് നടത്തിയത്. ഇതിലത് പെടില്ല. ഇത് പ്രത്യേകം ഇപ്പം കൊടുക്കുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞ പട്ടയമേളയ്ക്ക് ശേഷം കൊടുത്തു എന്നുള്ള കണക്കിൽ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു 570 എണ്ണം പറഞ്ഞു. അപ്പോൾ ആദിവാസി മേഖലയിൽ പട്ടയം കൊടുത്തതിന് ശേഷം അവരുടെ കോംപ്രഹെൻസീവായിട്ടുള്ള പ്ലാൻ പട്ടികവർഗ വികസന വകുപ്പായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മൊത്തം പട്ടയം ഭൂമി മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് വീട് കൊടുക്കുക, മറ്റു സൗകര്യങ്ങൾ കൊടുക്കുക, അംഗൻവാടി, വിദ്യാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു പ്ലാൻ വിശദമായിട്ട് അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും. കേവലം ഗവൺമെൻറ് സേവനങ്ങൾ മാത്രം പോരാ, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണം, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട്. ഉണ്ട്, പട്ടയത്തിന് അപേക്ഷിച്ച ഒരു 10,000-ഓളം പേര്, 12,000-ഓളം പേര് ഉണ്ട്, കൂടാതെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കൂടുതലും ഉണ്ട്. അപേക്ഷ കിട്ടുമ്പോൾ പലരും റെക്കോർഡിൽ ഏതെങ്കിലും ജന്മിമാരുടെ പേരിലായിരിക്കും, ലാൻഡ് റിഫോംസ് ഈ പട്ടയ രേഖകളൊക്കെ ഏതെങ്കിലും ജന്മിയുടെ പേരിലായിരിക്കും. അപ്പോൾ അവർക്ക് നോട്ടീസ് അയച്ച് 2-3 പ്രാവശ്യം നോട്ടീസ് അയച്ച് അവരെ ഹിയർ ചെയ്ത്, അവരോ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സോ വന്ന് ഹിയർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഒരു കോസി ജുഡീഷ്യൽ പ്രോസസ്സാണ് മിക്കവാറും കേസുകളിൽ. ആ നടപടിക്രമം പൂർത്തിയാക്കുന്നു. പക്ഷേ നമ്മൾ പരമാവധി വേഗതയിൽ കൊടുക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇവരതിന് കൈവശം വയ്ക്കുന്നതാണ്, പക്ഷേ റെക്കോർഡിലൊന്നും ഇവരുടെ പേരിലല്ല. ഇതിലില്ല. അത് നമ്മൾ 570 കൊടുത്ത കൂട്ടത്തിൽ ആ സമരം ചെയ്തതിലും ചിലർ പട്ടയം വാങ്ങിച്ചിരുന്നു. അതിനകത്ത് സമരം ചെയ്തതിൽ കുറച്ച് പേർക്ക് നിലമ്പൂർ വെച്ച പട്ടയത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യപ്പെടുന്ന 1 ഏക്കറെങ്കിലും മിനിമം വേണമെന്നൊരു ആണ് അവരുടെ പ്രധാനമായിട്ട് സമരത്തിലുള്ളത്. പക്ഷേ ഈ എക്സ്റ്റെൻറ്റിനേക്കാളധികം പലയിടത്തും നമ്മൾ കൊടുത്ത പട്ടയം നല്ല ഭൂമിയായിരുന്നു. ചിലയിടത്ത് മുനിസിപ്പൽ ഏരിയയിൽ 10 സെൻറ്റ് കൊടുത്തു. അപ്പോൾ എവിടെയെങ്കിലും 1 ഏക്കർ കിട്ടുന്നതിനേക്കാളധികം വാല്യബിൾ ആയതും എന്തെങ്കിലും അവർ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് ഭൂമി കൊടുക്കണമല്ലോ. എവിടെയെങ്കിലും കൊണ്ട് 1 ഏക്കർ കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാകാൻ പറ്റുന്നില്ല. അപ്പം പക്ഷേ അതിൽ അന്ന് കൊടുത്ത പട്ടയത്തിൽ 40 സെൻറ്റ് കൊടുത്തവരുണ്ട് ചില കോളനിയിൽ 20 സെൻറ്റ് കൊടുത്തു. മുനിസിപ്പൽ ഏരിയയിൽ അതേസമയം 10 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക 8606462782.